ഹലോ എവ്രിവൺ, വെൽക്കം ടു കൊമേഴ്സ് ലേണർ. ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് സീരീസിലെ മീൻ മീഡിയൻ മോഡ് എന്നുള്ളത് എങ്ങനെ കാണാം എന്നാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് സീരീസിലാണ്. 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് കണ്ടിന്യൂസ് സീരീസിലാണ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരാൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് തെറ്റിപ്പോവും. ഓക്കെ, ഇത് 8 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത് ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോൾ കൺഫ്യൂഷൻസ് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേപ്പർ, പെൻ, കാൽക്കുലേറ്റർ ഇതെല്ലാമായിട്ട് റെഡി ആയിട്ടിരുന്ന് നിങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ അങ്ങനെ ചെയ്തു പോകും. പക്ഷെ തന്നെ ചെയ്യുമ്പോഴാണ് ഇത് ഇവരെങ്ങനെ കിട്ടിയെന്ന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൊരു പ്രോബ്ലമാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഓരോന്നും പറയുമ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് സൈഡിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്കിത് എപ്പോഴും റെഫർ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ആദ്യം ചെയ്ത ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. മീൻ കാണാനായിട്ട് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ് മീൻ കാണാനുള്ള ഇക്വേഷൻ. ഇത് നിങ്ങൾ ആദ്യം പഠിക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ എഫ് എക്സും കണ്ടുപിടിക്കണം, സിഗ്മ എഫും കണ്ടുപിടിക്കണം. അപ്പോ ആദ്യം തന്നെ ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് സിഗ്മ എഫ് കിട്ടും. ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടിയതിനെ നമ്മൾ എഴുതേണ്ടത് എൻ, അതായത് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 60 എന്നാണ് കിട്ടുക. 60. ഓക്കെ, ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 60 കിട്ടി. അപ്പൊ നമുക്ക് സിഗ്മ എഫ് കിട്ടി. ഇനി നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടണം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എക്സ് കണ്ടുപിടിക്കണം. എക്സിന് പറയുന്നത് ഈ മിഡ് പോയിന്റ് എന്നാണ് കേട്ടോ. മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന എക്സ് കിട്ടുള്ളൂ. ഈ എക്സ് കിട്ടിയാലാണ് സിഗ്മ എഫ് എക്സ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എഫ് എക്സിന്റെ അടുത്തതാണ് കേട്ടോ എഫ് എക്സ് എന്നുള്ള ബോക്സും കൂടി വരയ്ക്കണം. അപ്പൊ മീൻ കാണാനായിട്ട് നമുക്ക് ഈ 4 ബോക്സസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് മിഡ് പോയിന്റ് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മിഡ് പോയിന്റ്. അതായത് ഇവിടെ നോക്കിയേ 10 + 0 എത്രയാണ്? 10 തന്നെയാണ്. ഇനി ആ 10 by 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. സോ അതാണ് ഇതിന്റെ മിഡ് പോയിന്റ്. ഫസ്റ്റ് വണ്ണിന്റെ മിഡ് പോയിന്റ് 5. മിഡ് പോയിന്റ് ഇങ്ങനെ കാണുന്നുള്ള ക്വസ്റ്റ്യന് വരാറുണ്ട് ഒരു 1 മാർക്കിന്റെ ഒക്കെ ഉണ്ട്. ഇനി 20 + 10 എത്രയാണ്? 30. 30 by 2 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 15 കിട്ടും. അങ്ങനെ ഇതിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 0 to 10, 10 to 20 അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് ഉള്ളതുകൊണ്ട് നമുക്കിത് ആ ഒരു 10, 10 വെച്ച് കൂട്ടി എഴുതിയാലും മതി. ഇവിടെ 15 ആണ്. ഇനി 25, 35, 45, 55, 65 ഇങ്ങനെ കിട്ടി. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാല് ഈ എഫും എക്സും കൂടി ഇൻഡു ചെയ്യുന്നതാണ് എഫ് എക്സ്. 3 × 5, 15 കണ്ടോ? അങ്ങനെ ഇത് ഇൻഡു ചെയ്ത് പോകണം. ഇതിന്റെ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 7 × 15, 105, 9 × 25, 225, 18 × 35, 630, 11 × 45, 495. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടും. പക്ഷെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന പോലെ എഴുതണം കേട്ടോ. അങ്ങനെ നമ്മൾ തെറ്റാറുണ്ട്. നമ്മുടെ എല്ലാം എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവാണ്ട് ചെറിയ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുമ്പോൾ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നീറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന, റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് എഴുതാം. സോ ഇങ്ങനെ ചെയ്തു. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് സിഗ്മ എഫ് എക്സ് എഴുതണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2117 ആണ്. നിങ്ങളിത് ചെയ്താൽ മതി കേട്ടോ. ചെയ്ത് നോക്കിക്കോ, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. സോ 2117. ഇനി ഇതും ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അതായത് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത്.
സിഗ്മ എഫ് എക്സ് എത്രയാണ് 2170 ബൈ സിഗ്മ എഫ് എത്രയാണ് 60. ഇത് രണ്ടും കൂടെ ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 36.1666 എന്നുള്ളതാണ് കിട്ടുക. അപ്പൊ നമുക്ക് 36.17 എന്നുള്ള ആൻസർ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1666 എഴുതിയാലും വലിയ പ്രശ്നം ഇല്ല. സോ ഇങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മീഡിയൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇനി മീഡിയൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. അപ്പൊ മീഡിയൻ കാണാനായിട്ട് നമുക്ക് പുതിയൊരു ബോക്സ് വരയ്ക്കണം. അതാണ് CF, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ഇത് ശരിക്കും ശ്രദ്ധിക്കണം. മീഡിയൻ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, CF എന്ന് നമ്മൾ ഒരു ബോക്സ് വരച്ചു. CF എങ്ങനെയാണ് കാണുന്നത് അറിയാമോ? ഫസ്റ്റ് ഈ ഫ്രീക്വൻസിയുടെ 3 തന്നെ കോപ്പി ചെയ്ത് എഴുതി. ഫസ്റ്റ് നമ്പർ തന്നെ കോപ്പി ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യം ഈ 3 + 7, അതായത് 3 + 7 ചെയ്യണം. 7ന്റെ കൂടെ 3 ആഡ് ചെയ്യണം. അപ്പൊ എത്രയാണ് കിട്ടുക? നമുക്ക് 10 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 10ഉം 9ഉം കൂടി ആഡ് ചെയ്യണം. സോ നമുക്ക് 19 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 19ഉം 18ഉം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 37 എന്ന് കിട്ടും. 37 + 11 ചെയ്യണം. അപ്പൊ നമുക്ക് 48 കിട്ടും. 48 + 8 56. 56 + 4 60. അപ്പോ ഈ കിട്ടിയ നമ്പറും ഇതും സെയിം ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ നമ്മളുടെ ശരിയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ CF കാണേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ സൈസ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ് ആദ്യം കാണേണ്ടത്. സൈസ് ഓഫ് മീഡിയൻ ക്ലാസ് കാണാനായിട്ട് n/2th ഐറ്റം ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. നോക്കിയേ, സൈസ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ് കേട്ടോ ആദ്യം കാണേണ്ടത്. ഇതിന്റെ ഇക്വേഷൻ n/2th ഐറ്റം. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. ഓക്കെ, അത് ഓർക്കാം. അപ്പൊ നോക്കിയേ, അത് എങ്ങനെയാന്ന് വെച്ചാല് n ആയിട്ടുള്ള 60/2 ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 30. 30th ആയിട്ടുള്ള, അതായത് ഇവിടെ 30 ഏതിന്റെ ഉള്ളിലായിരിക്കും വരിക? ഇത് 19 വരെ ഉള്ളൂ. ഈ 37ന്റെ അകത്തായിരിക്കും ഈ 30 എന്നുള്ള നമ്പർ വരാം. ഓക്കെ, സോ n/2th ഐറ്റം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 37 ഈ ഒരു ക്ലാസ് 37ന്റെ അകത്ത് തന്നെ ഉണ്ട്. ഈ ഒരു ക്ലാസ് ആയിരിക്കും വരാം എന്നുള്ള കാര്യം ഓർക്കാം. അതായത് മീഡിയൻ ക്ലാസ്, സൈസ് ഓഫ് മീഡിയൻ ക്ലാസ് ഈക്വൽ ടു 30 to 40. ഇനി മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് മീഡിയൻ ഈക്വൽ ടു L പ്ലസ്, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം L എന്നുള്ളത് ഈ സൈഡിലാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എഴുതാനുള്ളത് ഇതിന്റെ മുകളിലായിട്ട് എഴുതണം. n/2 - CF/F into C. കണ്ടോ, ഇങ്ങനെ വേണം. L ഈ അറ്റത്താണ്. L ന്റെ നേരെ എഴുതി കഴിഞ്ഞാൽ ഫുൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റും. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് L എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസ് എടുത്തേക്കുന്നതിന്റെ ലോവർ ലിമിറ്റ് ആണ്. അതായത് മീഡിയം ക്ലാസ് 30 to 40 ആണ്. ഇതിന് ലോവർ ലിമിറ്റ് ഏതാണ്? 30. ഇതാണ് L ആയിട്ട് എടുക്കേണ്ടത്. സോ അവിടെ 30 പ്ലസ് n/2 എത്രയാണ്? n/2 60/2 30. അത് നമ്മൾ ഇവിടെ എഴുതാം. മൈനസ് ഈ CF, ഇത് നിങ്ങൾ എസ്പെഷ്യലി നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഈ CF എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ CF ഇട്ടിട്ടില്ലേ, ഇതിന്റെ ഈ മീഡിയം ക്ലാസിന്റെ CF 37 ഇട്ടിട്ടില്ലേ, ഇതല്ല എടുക്കേണ്ടത്. ഇതിന്റെ മുകളിലെ ഈ 19 ആയിട്ടാണ് CF നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അതായത് CF എന്ന് പറഞ്ഞാൽ ഈ 19 എഴുതണം. എല്ലാവരും ഈ 37 തന്നെ എഴുതി തെറ്റിക്കും. ഇത് എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. ഇനി ബൈ F എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ EF ഇല്ലേ, EF അത് നേരെ തന്നെയുള്ള F ആണ് എടുക്കേണ്ടത്. മീഡിയം ക്ലാസിന്റെ നേരെയുള്ള
എഫ് ആണ് എടുക്കേണ്ടത്, അതായത് 18 ഇൻറ്റു സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക 10 ആണ്. അതാണ് സി ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എങ്ങനെയാണ് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. സോ അതിനായിട്ട് ഞാൻ ഏതായാലും ഈ പറയുന്ന സംഭവം ഇതിവിടെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബ് ചെയ്യാം, എന്നിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മള് 30 പ്ലസ് 30 മൈനസ് 19 എത്രയാണെന്ന് നോക്കണം. 30 മൈനസ് 19 എന്ന് പറയുന്നത് 11 ആണ്. 11 അത് ആദ്യം എഴുതാം. സ്റ്റെപ്പ് 1 അതാണ് കേട്ടോ. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആദ്യം, ദാറ്റ് ഇസ് 11 ബൈ ഈ 18 എന്നുള്ളത് നമ്മൾ കോപ്പി ചെയ്ത് എഴുതി ഇൻറ്റു 10 ഇങ്ങനെയാക്കണം. അപ്പൊ ഇതെന്താ സംബന്ധിച്ചാൽ ആദ്യം തന്നെ 30 പ്ലസ് 11 ബൈ 18 ചെയ്യുമ്പോൾ ഒരു നമ്പർ നമുക്ക് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. 11 ബൈ 18 ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിന്റെ കൂടെ 10 നിങ്ങൾ ഇൻറ്റു ചെയ്യണം. അങ്ങനെ ആ ഓർഡറിൽ പോവാം. 11 ബൈ 18 ആദ്യം ചെയ്യാം, ദെൻ ഇൻറ്റു 10 ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു നമ്പർ കിട്ടും. അതായത് അതൊരു 6 പോയിന്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. 6.11 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ആയിരിക്കും കിട്ടാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ഈ അറ്റത്ത് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ ഒരു ഇല്ലേ അത് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 36.11 എന്ന് ആൻസർ മീഡിയനിൽ കിട്ടും. ഇത് ഞാൻ ഈ പറയുന്ന പോയിന്റ്സ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോയിന്റ്സ്, അതായത് CF ആയിട്ട് എടുക്കേണ്ടത് ശരിക്കുള്ള മീഡിയം ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ചതിന്റെ മോളിലെ നമ്പറാണ്. ഫ്രീക്വൻസി ആയിട്ട് എടുക്കേണ്ടത് മീഡിയം ക്ലാസിന്റെ നേരെയുള്ള ഫ്രീക്വൻസിയാണ്. ഓക്കെ, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മീഡിയൻ കിട്ടി. അടുത്തത് മോഡ് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഇനിയും നമുക്ക് മോഡ് എങ്ങനെ കാണുമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഈ ഫ്രീക്വൻസി നോക്കിയിട്ട് ഏറ്റവും വലിയ ഫ്രീക്വൻസി എവിടെയാണെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 18 ആണ്. അപ്പൊ അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു ക്ലാസ്സും കൂടെ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മോഡിന്റെ ഇക്വേഷൻ ആണ് നോക്കേണ്ടത്. മോഡ് ഈക്വൽ ടു L പ്ലസ് D1 by D1 plus D2 into C. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ D1 എഴുതില്ല, D1 ഉം D2 ഉം നമുക്ക് കാണാം. D1 എന്ന് പറഞ്ഞാല് നമ്മുടെ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി മൈനസ് പ്രീ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് D1. D1 ഈക്വൽ ടു എത്രയാണ്? 18 മൈനസ് 9. നമുക്ക് ആൻസർ 9 കിട്ടും. ഇനി D2 ഈക്വൽ ടു 18 മൈനസ് 11, അതായത് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി മൈനസ് പോസ്റ്റ് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി, അതായത് 18 മൈനസ് 11 എന്ന് പറയുമ്പോൾ നമുക്ക് 7 കിട്ടും. 7. ഇനി നമുക്കിത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 30 പ്ലസ് ഇനി D1 ആയിട്ടുള്ള 9 ബൈ 9 പ്ലസ് 7, D1 പ്ലസ് D2 9 പ്ലസ് 7. അപ്പൊ നമുക്ക് അത് എത്രയാ നോക്കാം. 9 ബൈ 9 പ്ലസ് 7 ചെയ്യുമ്പോൾ 16 കിട്ടും ഇൻറ്റു 10. അപ്പോ ആദ്യം നമുക്ക് 30 പ്ലസ് 9 ഇൻറ്റു 10 ചെയ്യണം. സോ 9 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 90 ആണ്. ബൈ 16 ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടും. 90 ബൈ 16 എന്ന് പറയുമ്പോൾ നമുക്ക് 5 പോയിന്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അതിനെ ഈ 30യുടെ കൂടെ പ്ലസ് ചെയ്യണം. അപ്പൊ നമുക്ക് 35.63 എന്ന് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീൻ കാണാനായിട്ട് നമ്മൾക്ക് വരയ്ക്കേണ്ട ബോക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഇത് വരയ്ക്കണം. പിന്നെ ഫ്രീക്വൻസിയുടെ അല്ല, ഫ്രീക്വൻസി ഓൾറെഡി ഉണ്ടോ, എക്സ് മിഡ് പോയിന്റ് വരയ്ക്കണം, പ്ലസ്
എഫ് എക്സും കൂടി ഇതിന്റെ കൂടെ വരയ്ക്കണം. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മീഡിയൻ കാണാനായിട്ട് നമുക്ക് ആദ്യം n/2th എന്നുള്ളത് കണ്ടുപിടിക്കണം. ഫ്രീക്വൻസിയുടെ ബൈ 2 ചെയ്യുമ്പോഴാണ് n/2th കിട്ടുക. എന്നിട്ട് ആ ഒരു ഫ്രീക്വൻസി വെച്ചിട്ടാണ്, ആ ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ്? L പ്ലസ് n/2 മൈനസ് CF ബൈ F ഇൻറ്റു C ആണ്. അപ്പോ CF എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലത്തെ നമ്പറാണ് ഇതായിട്ട് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഫ്രീക്വൻസിയുടെ മുകളിലത്തെ നമ്മുടെ കിട്ടിയേക്കുന്ന ക്ലാസ്, മീഡിയം ക്ലാസിന്റെ മുകളിലത്തെ നമ്പറാണ് അവിടെ CF ആയിട്ട് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മുടെ മീഡിയം ക്ലാസിന്റെ നേരെയുള്ള ഫ്രീക്വൻസിയാണ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അടുത്ത മോഡ് കണ്ടുപിടിക്കുമ്പോൾ മോഡൽ ക്ലാസ് എടുത്തു, അതായത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ അതാണ് മോഡൽ ക്ലാസ്. ആ ക്ലാസിന്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് നമ്മൾ D1 ആയിട്ട് എടുക്കേണ്ടത്. ആ ക്ലാസ്, അതായത് ആ ക്ലാസ്സും അതിന്റെ മുകളിലേത്തും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് D1, ആ ക്ലാസ്സും അതിന്റെ താഴെയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് D2. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ പറയുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. Thank you for watching.